എന്തായാലും രേണുസുതി ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം എന്തുകൊണ്ട് ഇൻ്റർവ്യൂസ് ഒന്നും കൊടുക്കുന്നില്ല എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. എന്തായാലും പുള്ളിക്കാരത്തി ഇപ്പം തൂത്ത് പറക്കി ഇൻ്റർവ്യൂസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആദ്യം വെറൈറ്റി മീഡിയയ്ക്കകത്താണ് ഇൻ്റർവ്യൂ വന്നിരിക്കുന്നത്. റോഹനാണ് അതിൻ്റെ ആങ്കർ. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ രോഹൻ ചോദിക്കുന്നുണ്ട്. അതായത് പുള്ളിക്കാരത്തി ബിഗ് ബോസ് വീട്ടിൽ ചെന്ന സമയത്ത് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വിധവകളെ റെപ്രസെൻറ്റേറ്റ് ചെയ്താണ് പോയെന്ന്. അപ്പം വിധവകൾക്ക് വേണ്ടി എന്താണ് രേണുസുതി സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രേണുസുതി കുറച്ച് മറുപടി പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത ആളുകൾ വരുന്നു, അതുപോലെ തന്നെ എന്നെ പറഞ്ഞപ്പോൾ ഒരുപാട് വിധവകളായിട്ടുള്ള അമ്മമാരുണ്ട്, അവരൊക്കെ ബാധിക്കുന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ശരിക്കും ഞാനൊരു വിധവയാണ് എന്നുള്ള രീതിയിലേക്ക് അവിടെ പോയിട്ട് ഇതുപോലെ അച്ഛന്മാരില്ലാത്ത ഭർത്താക്കന്മാരില്ലാത്ത മക്കളുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് എന്താ സംസാരിച്ച് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ചെല്ലുക, എന്താ പറയുക, അവിടെ നിൽക്കും. ഒന്നും പറയാനില്ല. അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ അവർക്ക് വേണ്ടി ചെന്നു എന്ന്. വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് എന്തിനാണ് ബിഗ് ബോസിൻ്റെ പ്ലാറ്റ്ഫോം? ഒരു കാര്യം രേണുസുതി മനസ്സിലാക്കിയ നന്നായിരിക്കും. വിധവകളായിട്ടുള്ള സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്താണ്? അവരുടെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വലുതാക്കാനേ ഏറ്റവും കൂടുതൽ നോക്കത്തുള്ളൂ. അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടും ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടാണ് അവരവരുടെ മക്കളെ പഠിപ്പിക്കാനും നല്ല രീതിയിൽ ആക്കാനൊക്കെ നോക്കുന്നത്. അല്ലാതെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല അവർക്ക് അൾട്ടിമേറ്റ് എന്ന് പറയണത്. ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഒരു ദിവസം നിൽക്കാന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു എനിക്ക് അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ എന്തുകൊണ്ടാണ് വിധവകളെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നിങ്ങൾ ബിഗ് ബോസിൽ പോയെന്ന് പറയണത്? ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് അവസരമില്ല, അല്ലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കിട്ടണ്ടേ എന്ന്. ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഉണ്ടല്ലോ, അവിടെ ഏകദേശം 71-72 ക്യാമറ ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട്. അതായത് നിങ്ങളെല്ലാവരും ഇരിക്കുന്ന കോൺവെർസേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിബേറ്റ് വരുന്ന സമയത്തോ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം ഈ ഒരു വിധവകളുടെ കേസ് തന്നെ എടുക്കാം. രേണുസുതിക്ക് വേണമെങ്കിൽ ഈ ലൈവ് സ്റ്റോറി പറയുന്ന സമയത്ത് ഈ ഒരു കേസ് പറയാം. ഈ വിധവകളുടെ കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. അതായത് ഞാൻ കഷ്ടപ്പെട്ട് ഈ ബിഗ് ബോസിൽ വരെ വന്നൊരു കാര്യം ഉൾപ്പെടെ രേണുസുതിക്ക് സംസാരിക്കാം. പക്ഷേ രേണു അതിനെ പറ്റിയിട്ടൊന്നും ഒരു കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. നിങ്ങൾ ആ ലൈവ് സ്റ്റോറിയൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. കേൾക്കുന്നുണ്ടല്ലോ, ഇത്രയും മൈക്കുകളുണ്ട്, ഇത്രയും ആളുകൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. സഹ മത്സരാർത്ഥികളെന്ന് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്, എനിക്കറിയില്ല. കാരണം ആ സമയത്താണ് ഒരുപാട് ഞങ്ങൾ ചെല്ലുന്ന സമയത്താണ് ഒരുപാട് പുറത്തുനിന്നുള്ള, അതായത് പെൺകുട്ടികളെ ഈ സ്ത്രീധനത്തിന് വലിയ ഒരുപാട് പ്രശ്നങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും സംസാരിക്കുന്ന കാര്യം പെൺകുട്ടികളുടെയും സ്ത്രീധന കാര്യം എന്നൊക്കെ പറയുന്നത് അതൊന്നും ഒരു വലിയൊരു സംഭവമൊന്നും അല്ല. അതൊക്കെയെന്ന് പറഞ്ഞാൽ കഴിവതും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ആവുന്നതുകൊണ്ട് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് പറയേണ്ടതായിട്ടുള്ള ഒരു സ്പേസിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങളത് ചെയ്തിട്ടില്ല. ഈ വന്നിട്ട് നോക്കിയോ, ഞാൻ സംസാരിക്കുന്നു പുറത്ത് വന്നിട്ടില്ല. ഇപ്പൊ ആദിലോടാണ്, നൂറയോടാണെങ്കിലും വേറെ അനുമോളോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. നമ്മൾ എന്താ പറയാ, ബിൻസിയോട് സംസാരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആഴ്ചയിലേക്ക് ഇതൊക്കെ ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങളാണ്. സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരോട് സംസാരിച്ചായിരുന്നു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അതായത് ഇപ്പൊ ഈ ഒരുപാട് സ്ത്രീധനത്തിന്റെ പേര് കൊലപാതകമൊക്കെ നടക്കുന്നില്ലേ. ഈ അക്ബർ സെപ്റ്റി ടാങ്ക് എന്നങ്ങാണ്ട് പറഞ്ഞ് എന്തോ വിളിക്കുന്ന സംഭവത്തിലായിരുന്നു ഈ വിധവകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്നുള്ള രീതിയിൽ രേണു സംസാരിക്കുന്നുണ്ടായിരുന്നത്. അന്നാണ് ഇവർ ആദ്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് പറയണത്. അല്ലാതെ ലാലേട്ടൻ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തൊന്നും ഇവരിങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവർ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ വേണ്ടി മാത്രമാണ് ബിഗ് ബോസിൽ പോയത്. കാര്യം നെഗറ്റീവ് പറഞ്ഞവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഇപ്പോൾ അതേ വായും കൊണ്ടാണ് ഇവർ പറയണത് വിധവകൾക്ക് വേണ്ടിയിട്ടാണ് പോയത്. പുള്ളിക്കാരത്തിക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ബോധവുമില്ലേ. കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയിൽ ചെന്നിട്ട് പുള്ളിക്കാരത്തിക്ക് യാതൊരു രീതിയിലും ഒരു കണ്ടന്റും കൊടുക്കാൻ പറ്റത്തില്ല എന്ന് നല്ല രീതിയിൽ ഇവർക്ക് മനസ്സിലായി. അപ്പം ഇനി വന്നിരുന്ന് ന്യായീകരിക്കണ്ടേ, അത്രയേ ഉള്ളൂ. പിന്നെ തലയിലെ പെയിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇപ്പം അനുമോളാണ് എല്ലാത്തിനും കാരണം എന്നുള്ള രീതിയിൽ, അതായത് അനുമോളാണ് ഈ ഒരു ഹൈജീൻ്റെ ഇഷ്യൂ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇട്ടേന്ന്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് കൊടുത്ത ടാസ്ക് എന്താണെന്ന് പോലും അവർക്ക് ഓർമ്മയില്ല. അപ്പം എന്തിനാണ് അത്രയും നേരം, അതായത് ഈ കല്യാണം വെച്ച് പോകും നമ്മൾ, കല്യാണം വെച്ച് പോയിട്ട് ഒരുപാട് പേര്, വിസ്മയെ പോലെ ഒരുപാട് പേരുണ്ട്. നമ്മൾ കല്യാണം വെച്ച് പോയിട്ട് ഇവരുടെ ഈ ഒന്ന് രണ്ട് ദിവസം ഇവരുടെ സ്വഭാവം നമുക്ക്, അതായത് നെഗറ്റീവ് ആകുമ്പോൾ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നമ്മളോട് നെഗറ്റീവ് ആകുമ്പോൾ തന്നെ നമ്മൾ അത് എങ്ങനെയെങ്കിലും വീട്ടുകാരെ അറിയിക്കണം. ഓക്കെ, പുള്ളിക്കാരത്തി ഇവിടെ പറഞ്ഞു വരുന്നത് ഭർത്താവിൻ്റെ പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളെ പറ്റിയിട്ടാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ രേണുസുതി എന്ന് പറയുന്നൊരു വ്യക്തി, അതായത് സുതി എങ്ങനെയായിരുന്നു മരണപ്പെട്ടത്? ഒരു കാർ അപകടത്തിലായിരുന്നു മരണപ്പെട്ടത്. അല്ലാതെ സ്ത്രീധനത്തിൻ്റെ പേര് നിങ്ങളെ എടുത്തിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് നിങ്ങളെ പീഡിപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സുതി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തിട്ടില്ലല്ലോ. സോ അതുകൊണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഞാൻ ഇനി രേണുസുതി പറയുന്ന വേറൊരു ഡയലോഗ് ഞാൻ കേൾപ്പിച്ചു തരാം. നെഗറ്റീവ് പറഞ്ഞവരുടെ മുന്നിൽ ഒരു ദിവസമെങ്കിലും ബിഗ് ബോസിൽ നിൽക്കണമെന്ന്. ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയിൽ പോകുന്നത്?
ശരിക്കും രോഹൻ ഇതിനെ പറ്റിയിട്ട് വെറൈറ്റി മീഡിയക്കകത്ത് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവർ പറയണത് എനിക്ക് ഒരു ദിവസം മതിയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അധിക ദിവസവും നിൽക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു, എൻ്റെ വാശിയായിരുന്നു. അപ്പോൾ രോഹൻ തിരിച്ച് പറയുന്നുണ്ട്, അപ്പോൾ ഇത്രയും ആൾക്കാരുടെയൊക്കെ ഓപ്പർച്യൂണിറ്റി അല്ലേ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നതെന്ന്. അപ്പോൾ അവർ പറയും അതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന്. എത്ര പേരുടെ അവസരമാണ് അത് കൊണ്ട് കളയുന്നത്. ഇവർക്ക് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയിലോട്ട് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ അതിനകത്തോട്ട് പോയത്? ഇത്രയും പേയ്മെൻറ്റും കൊടുത്തിട്ട് ഇവരെ അതിനകത്തോട്ട് വിളിച്ച് കയറ്റേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മനഃപൂർവ്വം അവർ തന്നെ ആ ഷോയിൽ നിന്ന് തന്നെ എടുത്ത് കളഞ്ഞതാണ്. ഉള്ള കാര്യം പറയാമല്ലോ, ചുമ്മാതെ അവിടെ വന്നില്ല എവിടെ വല്ല സുഖവാസ കേന്ദ്രത്തിൽ വന്ന് കിടക്കുന്ന കണക്ക് വെറുതെ പുള്ളിക്കാരത്തി അവിടെ വന്നിരിക്കുമായിരുന്നു. പറ്റിയില്ല. അപ്പം ഒരു ദിവസമെങ്കിലും ലാലേട്ടൻ കൈ പിടിച്ച ബിഗ് ബോസ് ഹൗസ് കേട്ടണം. ഒരു ദിവസമെങ്കിലും ഞാൻ നിൽക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു ദിവസം പോയിട്ട് ഞാൻ ഓർത്തില്ല, ഒരാഴ്ച നിൽക്കും ഞാൻ ഓർക്കും. പക്ഷേ 35 ദിവസം, ഒരു മാസം എങ്ങനെയാ പോയെന്ന് എനിക്കറിയില്ല. 35 ദിവസം നിന്നു. അതെനിക്ക് അഭിമാനമാണ്. ശരിക്കും ചേച്ചി പറഞ്ഞ പോലെ സുധിച്ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് ഹൗസ് എന്നുള്ളത്. ഓക്കെ, കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ പോകണമെന്ന്. ഓക്കെ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ രേണു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഷോയിൽ ചെന്നിട്ട് എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കാനല്ല നോക്കത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ രേണു പറഞ്ഞ ഡയലോഗ് എന്തോ, ഞാൻ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് പോയെന്ന്. ഒന്നും പറയാനില്ല. ഇനിയാണ് ഇവരുടെ അടുത്ത കുറച്ച് ന്യായീകരണം ഈ തലയിലെ പെയിനുമായിട്ട് ബന്ധപ്പെട്ട്. ഏറ്റവും രേണുസുതിക്ക് അവിടെ തലവേദന ഉണ്ടാക്കിയ ക്യാരക്ടറായിരുന്നു. തലവേദന ഉണ്ടാക്കിയതല്ല, ഹൈജീന്റെ പ്രശ്നം വന്നപ്പോൾ എന്നെ അടുത്തറിയാവുന്നവർക്ക് ഞാൻ എന്താണ് ഹൈജീൻ കാര്യങ്ങളൊക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ തന്നെയാണ്. പിന്നെ ആദ്യമായിട്ട് ആ ഒരു പ്രശ്നം വന്നു. പക്ഷേ എന്നാൽ പോലും അനുമോളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അവളാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അനുമോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കിയതല്ല. ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്തായിരുന്നു? ഹൈജീനെ പറ്റിയിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു. ആ ടാസ്കിൻ്റെ ഇടയിൽ അനുമോൾ പറഞ്ഞൊരു കാര്യമാണത്. അത് ഇത്രയും വലിയൊരു ഒരു തെറ്റാണോ അത്? ഇവരിപ്പോഴും അതും പിടിച്ചുകൊണ്ട് നടക്കുവാണ്. അതായത് അനുമോളാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്ന തരത്തിൽ. അവൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇപ്പം വിശക്കുന്നുണ്ട് എന്നോട് ഓടി വന്ന്, ചേച്ചി വിശക്കുന്നുണ്ടോ ചേച്ചി, ഫുഡ് ഞാൻ വെച്ച് തരാട്ടോ, ഒരു ദോശ, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് സ്നേഹമായിട്ട് ഇടപെടാൻ. അതുകൊണ്ട് എന്നെ അങ്ങനെ പറഞ്ഞിട്ട് പോലെ എനിക്ക് അവളോട് ഒരു ശത്രുതയില്ല. പക്ഷെ അത് അവളങ്ങനെ പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമില്ല. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണ് പറയണത്, പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യമില്ലെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇതുവരെയും ആ ഒരു ഷോയെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ല. ആ അനുമോൾ ഇവിടെ എന്ത് തെറ്റാണ് ചെയ്തത്? അനുമോൾ ഇവരുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പം ഇവർക്ക് ഇത്രയും അങ്ങ് വിഷമം വരേണ്ട ആവശ്യം എന്തുവാ? ആ ഒരു തെറ്റ് തിരുത്താനല്ലേ നോക്കേണ്ടത്? എല്ലാവരുടെയും തലയിൽ പേരും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യും. പക്ഷേ എന്നും പറഞ്ഞിട്ട് അനുമോൾ അത് ഏറ്റവും ഭയങ്കര ഒരു രീതിയിലൊരു പ്രശ്നം ഉണ്ടാക്കി എന്ന തരത്തിൽ എന്തിനാണ് ഇവരിങ്ങനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്? ശരിക്കും അനുമോളുടെ പുറത്തുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും ഇവർ കൂടുതലായിട്ടൊന്നും പറയാത്തത്. ഒരു മനുഷ്യന്റെ ഇവിടെ ഇങ്ങനെ എനിക്കറിയില്ല, നിങ്ങൾ തന്നെ ശ്രദ്ധിക്കും, ഇങ്ങനെ ഒരു പേരാണ് ഞാൻ ഇങ്ങനെ ഇരിക്കും. ഇല്ല, അവിടെ ചെന്നപ്പോൾ ഏതിന്റെ പണിയാണ് നമുക്ക് ആദ്യം കിട്ടിയത്. അതായത് നമുക്ക് പിന്നെ അടുത്തത് റൂമേ എന്ന് പറയുന്ന അവരാണ് നമുക്ക് ഇത് ചെയ്തു തന്നെ. നല്ല രീതിയിലാണ് അവർ ചെയ്തത്. ഞാൻ ജിസേലിനോട് വരെ പറഞ്ഞു, ജിസേലെ ദുബായിൽ അവൾ ചെയ്തത്, അവിടെയാണ് മുടിയെല്ലാം കൊഞ്ഞു പോയത് ഓരോന്ന്. എന്നിട്ടാണ് ഇവർ ഇങ്ങനെ കാണിച്ചത്, ഇതിങ്ങനെ ഇളവി വീഴുന്നുണ്ട് എന്ന്. എന്നിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു അത് ആഴ്ച തോറും കുളിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്ന്. അവരങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഹെയർ എക്സ്റ്റൻഷൻ വെച്ചവർക്കെല്ലാം ഡെയിലി കുളിക്കാന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ജിസേലെ നീ നാട്ടിൽ വരുമ്പോൾ നിനക്ക് റൂമേൽ കൊണ്ടുപോയി ചെയ്യിക്കാൻ നല്ല ഒറിജിനൽ സാധനമാണ് ചെയ്തതെന്ന് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല, നല്ല രീതിയിലാണ് അവർ ചെയ്തത്. ചെയ്തിട്ട് രണ്ടാമത്തെ ആഴ്ചയാണ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയത്. അപ്പോൾ ഈ വലിയ കോമ്പിട്ടാണ് ഇത് ചെയ്യേണ്ടത്, അതായത് നല്ല ഭംഗിയായിട്ടിരിക്കാം. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഏതിന്റെ പണിയാണ് നമ്മുടെ ആ വലിയ കോമ്പൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് കുഞ്ഞ് കോമ്പ് അത് വെച്ച് നമുക്ക് ചെയ്യാനൊന്നും മുറുക്കൊന്നും പറ്റൂല. അല്ലാതെ അവരെ കുറ്റപ്പെടുത്തില്ല, നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തത്. നമുക്ക് ഷാമ്പൂ കിട്ടിയിട്ടില്ല നമ്മുടെ, നമുക്കൊന്നും 21 ദിവസം കഴിഞ്ഞാണ് നമ്മുടെ സാധനങ്ങൾ. ഇവരുടെ അടുത്തൊക്കെ നമ്മൾ എത്ര പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇവരിത് തന്നെ വന്നിരുന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കും. എന്തായാലും രേണുസുതി എന്ന് പറയുന്നൊരു വ്യക്തി പുറത്തിറങ്ങിയിട്ട് തകർത്ത് ഇൻ്റർവ്യൂസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ഇവർ. എനിക്ക് തോന്നുന്നു ഇവരിപ്പോൾ ഇത്തിരി ഒതുങ്ങിയൊക്കെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ രേണുസുതി ഫുൾ പവറായിട്ട് തന്നെ വരുമെന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിരിക്കും, നിങ്ങൾ നോക്കിക്കോ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.